റിട്ടയർമെന്റ് ജീവിതം വിശ്രമിക്കാനുള്ളതല്ല, അധ്വാനിക്കാനുള്ളതാണെന്ന് തെളിയിക്കുകയാണ് പയ്യന്നൂർ മാവിച്ചേരി സ്വദേശിയായ ബാബു അക്കരക്കാരൻ. തൻ്റെ വിശ്രമ ജീവിതത്തിലും അദ്ദേഹം നിത്യവും തൊഴിലെടുത്ത് ജീവിക്കുകയാണ് ഇന്നും. നിയമപാലനത്തിന്റെ കൃത്യതയും മണ്ണിലിറങ്ങി പണിയെടുക്കാനുള്ള ആവേശവും ഒത്തുചേർന്നപ്പോൾ ബാബു അക്കരക്കാരൻ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി മാറി. വർഷങ്ങളോളം പോലീസ് സേവനത്തിൽ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ ബാബു ഇന്ന് കിണർ നിർമ്മാണ രംഗത്തെ സജീവ സാന്നിധ്യമാണ്. വിശ്രമ ജീവിതം ആസ്വദിക്കേണ്ട പ്രായത്തിലും കഠിനാധ്വാനത്തിലൂടെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ള സൗകര്യമൊരുക്കുകയാണ് അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ പഠനത്തിനോടൊപ്പം ജോലി കൂടി ചെയ്തു വളർന്ന ബാബുവിന് കഠിനാധ്വാനം പുത്തരിയല്ല. പിതാവ് കുണ്ടുവളപ്പിൽ കുഞ്ഞിരാമൻ, കോറോത്ത് അമ്പു, തത്ത ഭാസ്കരൻ, ഗോപാലൻ, രാഘവൻ എന്നിവരിൽ നിന്നാണ് കിണർ നിർമ്മാണത്തിന്റെ ബാലപാഠങ്ങൾ അദ്ദേഹം അഭ്യസിച്ചത്. 2003 മുതൽ ഈ രംഗത്ത് സജീവമായ ബാബു ആഴമേറിയ കിണറുകൾ നിർമ്മിക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ വ്യക്തിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ സജീവമായിട്ട് ഈ കിണറിൻ്റെ പണിയിൽ ഇറങ്ങിയിട്ടാണുള്ളത്. നേരത്തെ ഞാൻ പോലീസിൽ വരുന്നതിന് മുന്നേ ആദ്യകാലത്ത് ഞാൻ കിണറിൻ്റെ പണിയിൽ സജീവമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ആൾക്കാരുടെ ആ ശിക്ഷണത്തിലൂടെയാണ് ഞാൻ പഠിച്ചു വന്നത്. അതിൽ എൻ്റെ അച്ഛൻ വളരെ ഒരു കിണർ പണിയിലെ പണിക്കാരനായിരുന്നു. അങ്ങനെ അച്ഛനിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുണ്ടായത്. ഇപ്പം ഞാൻ ഈ റിട്ടയർമെൻറ്റിന് ശേഷം തന്നെ ഏകദേശം ഒരു 10-30 കിണറിൻ്റെ 40 കിണറിൽ കഴിഞ്ഞു. ഇനിയിപ്പം 5-6 ബാക്കിയുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനിഷ്. ഇപ്പോൾ താങ്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താങ്കളിപ്പോൾ 2 ജോലികൾ ചെയ്യുന്നുണ്ട്. അതായത് പോലീസിലായിരുന്നപ്പോൾ ആ ജോലിയും ഇപ്പോൾ കിണറിൻ്റെ ജോലിയും. അപ്പോൾ ഇതിലേത് ജോലിയാണ് താങ്കളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്? ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എനിക്ക് ഈ കിണറിൻ്റെ പണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. പോലീസിൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞു. കാരണം ഞാൻ അത് ഏകദേശം 10-27 കൊല്ലം പോലീസിൻ്റെ പണിയെടുത്തിട്ട് ഒരു SI ആയിട്ട് റിട്ടയർ ആയിട്ട് വന്നൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഞാൻ വളരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പോലീസ് പോകുന്നതിനെക്കാട്ടി മുപ്പിട്ട് ആദ്യമായിട്ട് ചെയ്ത് 18 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഞാൻ ചെയ്ത പണി ഈ കിണറിനാണ്. അപ്പോൾ താങ്കൾ 2 ജോലി ചെയ്തിരുന്ന ആളാണ്. അതായത് കിണർ പണി ചെയ്തിരുന്നു, പോലീസും ആയിരുന്നു. അപ്പോൾ താങ്കളുടെ ആ 2 ജോലിയും ക്ലബ് ചെയ്ത് ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റിയത് പോലീസ് സ്റ്റേഷനിലെ കിണർ ഒഴിച്ചപ്പോഴാണ്. അപ്പോൾ അതിലുള്ള സംതൃപ്തി എങ്ങനെയാണ്? അതായത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ആ വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞ സാഹചര്യത്തിൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ കാര്യം, ഞാൻ ചെയ്ത വർക്കിൽ ഏറ്റവും കൂടുതൽ എന്നെ ജനങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഫീൽഡിൽ എത്തിച്ചേർന്നത് ഞാൻ ആ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ആ ഇത് ഞാൻ സ്വയം ഏറ്റെടുത്ത് നടത്തുമ്പോഴായിരുന്നു. അങ്ങനെ ആ രീതിയിൽ അത് നടത്തി നല്ല രീതിയിലുള്ള ആ ഒരു ഇതാണ്ടായത്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ആ പോലീസ് സ്റ്റേഷനിലും പോലീസിൻ്റെ വർക്കിൻ്റെ ഒപ്പം എനിക്ക് ഈ ഒരു വർക്കും കൂടെ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഏകദേശം 10-600, അത് ഇവിടെ മാത്രമല്ല പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. തൃക്കരപ്പൂര്, കുഞ്ഞിമംഗലത്ത്, പിന്നെ കണ്ടോത്ത്, കരിവള്ളൂർ, പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഏറെ അപകടങ്ങൾ നിറഞ്ഞ മേഖലയാണെങ്കിലും 40 വർഷത്തെ അനുഭവ സമ്പത്തിന്റെ കരുത്തിൽ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നു. അശോകൻ, കമലാക്ഷൻ, ബിജു, അനിൽ, സാജൻ, കൃഷ്ണൻ, മധു, സുകുമാരൻ എന്നിവരടങ്ങിയ വിശ്വസ്തരായ തൊഴിലാളികളാണ് ബാബുവിന്റെ കരുത്ത്. കഠിനമായ വേനലിൽ കുടിവെള്ളത്തിനായി വലയുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമേകുക എന്നത് ഒരു ഉപജീവന മാർഗത്തിനപ്പുറം സേവനമായാണ് അദ്ദേഹം കാണുന്നത്. 2016 ചെറിയൊരു ഇടവേള എടുത്തെങ്കിലും കർമ്മപഥത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയായിരുന്നു. വിരമിക്കൽ എന്നാൽ വിശ്രമമല്ലെന്നും സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരമാണെന്നും തെളിയിച്ചിരിക്കുകയാണ് പയ്യന്നൂർ മാവിച്ചേരി സ്വദേശിയായ ബാബു അക്കരക്കാരൻ. SI ആയതിനു ശേഷം റിട്ടയർ ചെയ്തപ്പോഴും തനിക്ക് കൈമുതലായുള്ള കിണറുപണിയിൽ വ്യാപൃതനാണ് ഇന്നും അദ്ദേഹം. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.